ജീവിച്ചിരുന്ന വി എസിനേക്കാൾ ശക്തമാണ് നമ്മോടൊപ്പം ഇല്ലാത്ത വി എസിൻ്റെ ഓർമ്മകൾ. അതിന് തെളിവാണ് മരണാനന്തര ബഹുമതിയായി രാജ്യത്തെ പരമോന്നത ബഹുമതിയായ പത്മവിഭൂഷൺ നൽകിക്കൊണ്ട് മോദി സർക്കാർ വി എസിനെ ആദരിച്ചത്. അപ്പോൾ പി ബിയിൽ നിന്ന് അവസാന ഘട്ടത്തിൽ പുറത്താക്കിയ വി എസിനെ പ്രായാധിക്യം മൂലം കിടക്കുന്ന സന്ദർഭത്തിൽ പോലും പി ബിയിലേക്ക് തിരിച്ചെടുക്കാനുള്ള ഒരു ആർജവം കാണിക്കാത്ത പാർട്ടി ഇപ്പോൾ പറയുന്നത് പത്മ പുരസ്കാരം വാങ്ങേണ്ടതില്ല, നേരത്തെ പല പ്രമുഖരും ഇങ്ങനെ വാങ്ങിയിട്ടില്ല, ബുദ്ധദേവ് ഭട്ടാചാര്യയും EMS ജ്യോതി ബസുവൊന്നും പത്മഭൂഷൺ വാങ്ങിയില്ല, അതുകൊണ്ട് വി എസും വാങ്ങേണ്ടതില്ല. പക്ഷെ അവരെല്ലാം ജീവിച്ചിരുന്നപ്പോൾ അവർ എടുത്ത തീരുമാനമാണ് പുരസ്കാരം വേണ്ട എന്നത്. പക്ഷെ വി എസിനെ സംബന്ധിച്ചിടത്തോളം വി എസിൻ്റെ പുരസ്കാരം വാങ്ങണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് വി എസിൻ്റെ കുടുംബമാണ്, മകനും മകളുമാണ്, ഭാര്യയാണ്. പക്ഷെ കുടുംബം ആദ്യഘട്ടത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചെങ്കിലും സാക്ഷാൽ MA ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി വി എസ് ജീവിച്ചിരുന്നെങ്കിൽ ഈ അവാർഡ് വാങ്ങുമായിരുന്നില്ല എന്ന് പറഞ്ഞതോടെ അവാർഡ് വേണ്ട എന്ന തീരുമാനത്തിലെത്തി. ഏറ്റവും വിചിത്രം, മൈക്രോ ഫൈനാൻസ് തട്ടിപ്പ് കേസിൽ പ്രതിയായ, അനവധി കേസുകളിൽ പ്രതിയായ വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷണും വി എസിന് പത്മവിഭൂഷണും നൽകിയപ്പോൾ തന്നെ വി എസിന് ലഭിച്ച പുരസ്കാരത്തിൻ്റെ എല്ലാ തിളക്കവും നഷ്ടപ്പെട്ടു പോയി. കാരണം ഒരേ സമയം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വെള്ളാപ്പള്ളിക്കും അന്ന് നടപടിയെടുത്ത മുൻ മുഖ്യമന്ത്രി വി എസിനും ഒരേ തരത്തിലുള്ള അവാർഡ് നൽകിയതിലൂടെ BJP സർക്കാർ ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ് പ്രയോഗിച്ചത്. എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ മറ്റൊരു വലിയ വിവാദം സജീവമായിരിക്കുകയാണ്. വി എസിൻ്റെ നിഴലായി വി എസിനോടൊപ്പം ഏതാണ്ട് 15 കൊല്ലത്തോളം സഞ്ചരിച്ച PA സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കാൻ UDF ആലോചിക്കുകയാണ്. വി എസിൻ്റെ തട്ടകമായ മലമ്പുഴയിൽ നിന്ന് സുരേഷ് മത്സരിച്ചാൽ UDFന് വിജയിക്കാൻ കഴിയും എന്ന കണക്കുകൂട്ടലാണ് അവരെ അതിന് പ്രേരിപ്പിച്ചത്. 13 വർഷം മുമ്പ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സുരേഷ് അനവധി പ്രാവശ്യമാണ് പുനഃപ്രവേശനം ആവശ്യപ്പെട്ട് പാർട്ടിക്ക് കത്ത് നൽകിയത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ MV ഗോവിന്ദൻ പറയുന്നത് 100 വട്ടം ആവശ്യപ്പെട്ടാലും പാർട്ടി അംഗത്വം നൽകില്ല എന്നാണ്. അപ്പോൾ ഈ പാർട്ടിയിൽ അംഗത്വം ലഭിച്ചില്ലെങ്കിൽ സുരേഷ് എന്ത് ചെയ്യും? അപ്പോൾ പാർട്ടി പതാക പുതച്ച് മരിക്കണമെന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞ സുരേഷിനെ പോലെയുള്ളവർക്ക് എന്തായാലും ഇനി പാർട്ടി പതാക പുതച്ച് മരിക്കാനാവില്ല. അത്തരമൊരു സന്ദർഭത്തിലാണ് UDFൻ്റെ ജാഥയിൽ BD സതീശൻ നയിക്കുന്ന ജാഥയിൽ സുരേഷ് പങ്കെടുത്തത്. സുരേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലാണ് UDF നേതൃത്വം. അതേസമയം വി എസിൻ്റെ മകൻ അരുൺകുമാറിനെ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കിയാൽ സുരേഷിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് തടയിടാൻ കഴിയും എന്നാണ് CPMൻ്റെ കണക്കുകൂട്ടൽ. കാരണം വി എസിനോടുണ്ടായിരുന്ന അടുപ്പം, അതുകൊണ്ട് തന്നെ വി എസിൻ്റെ മകനോട് മത്സരിക്കാൻ മാനസികമായി സുരേഷിനാവില്ല. അപ്പോൾ ആ ദൗർബല്യം, ആ വികാരപരമായ അടുപ്പം ആയുധമാക്കിക്കൊണ്ട് സുരേഷ് മത്സര രംഗത്ത് വരാനുള്ള സാധ്യതയാണ് CPM ഇടതുപക്ഷം തടയാൻ ശ്രമിക്കുന്നത്. എന്തായാലും മലമ്പുഴയിലെ മത്സരം ഇത്തവണ ഇരു മുന്നണികൾക്കും BJPക്കും നിർണായകമാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് BJPയാണ്. അതുകൊണ്ട് തന്നെ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോയ UDFന് 1ാം സ്ഥാനത്തേക്ക് വരാൻ കഴിയണം എന്നത് വലിയ ശ്രമമാണ്. പക്ഷേ ആ ശ്രമത്തിന് ആക്കം കൂട്ടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് സുരേഷ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം വിഭാഗീയത കത്തിയുന്ന കാലത്ത് വി എസിനെ ഊണിലും ഉറക്കത്തിലും പരിചരിച്ചിരുന്ന, വി എസിനെ കൈപിടിച്ച് നടത്തിയിരുന്ന
VS-ൻ്റെ വ്യായാമവേളയിൽ പോലും ഒപ്പം നിന്നിരുന്ന, VS-ന് ഒരുക്കുന്ന ഭക്ഷണം അതിലെന്തെങ്കിലും അപകടമുണ്ടോ എന്ന് ആദ്യം ഭക്ഷണം കഴിച്ച് ഉറപ്പുവരുത്തിയിരുന്ന, തൻ്റെ ജീവൻ പോലും VS-ന് വേണ്ടി പണയപ്പെടുത്താൻ ഒരുക്കമായിരുന്ന ഒരു വിശ്വസ്തനാണ് സുരേഷ് എന്ന കാര്യത്തിൽ ഇപ്പോൾ എതിർക്കുന്ന പാർട്ടിക്കാർക്കോ നേതാക്കൾക്കോ സംശയമുണ്ടാവില്ല. പാർട്ടി പറയുന്ന മറ്റൊരു വിഷയം, സുരേഷ് വെറും ശമ്പളക്കാരനാണ്, ശമ്പളം കൊടുത്തു, VS-നെ നോക്കാൻ ഏൽപ്പിച്ചു, അതിനുപുറം സുരേഷിന് പാർട്ടി നേതാവല്ല. പക്ഷെ വിക്ടോറിയ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ എനിക്ക് സുരേഷിനെ അറിയാം. സുരേഷ് അന്ന് SFI നേതാവായിരുന്നു, അത് കഴിഞ്ഞ് DYFI നേതാവായിരുന്നു. പ്രക്ഷോഭങ്ങളിലും പോലീസ് ലാത്തിചാർജിന് മുന്നിലുമെല്ലാം തന്നെ സുരേഷ് ഉണ്ടായിരുന്നു. സുരേഷ് ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റാണ് എന്ന കാര്യത്തിൽ ആർക്കും രണ്ടഭിപ്രായം ഉണ്ടാവില്ല. VS-ന് ആദ്യ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞ സമയത്ത് അപകടം വരും എന്ന് ഞാൻ നേരിട്ട് മുന്നറിയിപ്പ് നൽകിയ സന്ദർഭത്തിലും സുരേഷ് ഉണ്ടായിരുന്നു. അത് പരിഹരിക്കാനുള്ള നീക്കങ്ങൾ VS നടത്തിയപ്പോഴും അതിനെല്ലാം സാക്ഷിയായിരുന്നു സുരേഷ്. മലമ്പുഴ മണ്ഡലംകാരൻ കൂടിയായ സുരേഷിന് എന്തുകൊണ്ട് പാർട്ടി അംഗത്വം ആവർത്തിച്ച് നിഷേധിക്കുന്നു എന്നത് വലിയ ചോദ്യമാണ്. ഇപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിക്ക് നിവേദനം നൽകിയിട്ടും അതിന് മറുപടി നൽകിയിട്ടില്ല. പാർട്ടി ബ്രാഞ്ചിലേക്ക് അംഗത്വത്തിന് ആവശ്യപ്പെട്ടപ്പോൾ ബ്രാഞ്ച് അംഗത്വം നൽകണോ വേണ്ടയോ എന്ന് സംസ്ഥാന നേതൃത്വം തീരുമാനിക്കണമെന്ന മറുപടിയാണ് ലോക്കൽ പാർട്ടി നേതാക്കൾ സുരേഷിന് നൽകിയത്. എന്തായാലും നിർവൻ ചക്രവർത്തി, ത്രിപുരയിലെ മുഖ്യമന്ത്രിയായിരുന്ന നിർവൻ ചക്രവർത്തിയെ പുറത്താക്കിയ പാർട്ടിയാണ്. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പാർട്ടി പതാക പുറപ്പിച്ചത്. സാക്ഷാൽ ഗൗരിയമ്മയെയും MV രാഘവനെയും പുറത്താക്കിയ പാർട്ടിയാണ് CPM. അപ്പം അങ്ങനെയുള്ള വലിയ പ്രഗത്ഭരെ പുറത്താക്കിയിട്ട് പോലും കുലുങ്ങാത്ത, ഒന്നും സംഭവിക്കാത്ത പാർട്ടിക്ക് സുരേഷ് എന്ന് പറയുന്ന ഒരു കുഞ്ഞയ്യപ്പൻ, M സുകുമാരൻ്റെ ശേഷക്രി അല്ലെ കുഞ്ഞയ്യപ്പനെ പോലെയുള്ള ഒരു സാധാരണ സഖാവ് പാർട്ടി വിട്ടാൽ, പാർട്ടിക്കെതിരെ നിലപാടെടുത്താൽ, മത്സരിച്ചാൽ പാർട്ടിയുടെ ഒരു രോമം പോലും പോകില്ല എന്ന മട്ടിലാണ് പാർട്ടി നേതാക്കൾ പ്രതികരിക്കുന്നത്. എന്തായാലും മലമ്പുഴ മണ്ഡലത്തിലെ ഇത്തവണത്തെ മത്സരം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മത്സരമായി മാറിയിരിക്കും.